നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ പ്രിയ പ്രേക്ഷകർക്ക് 2026 വിഷുഫലത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷുവിന് ശേഷം വരുന്ന വിഷുക്കാലം വരെയുള്ള ഒരു വർഷക്കാലത്തേക്ക് ആശ്വാസകാലമാകുന്ന 6 നക്ഷത്രക്കാരെ പറ്റിയിട്ടാണ്. അവർക്ക് ഒരു ആശ്വാസമുള്ള ഒരു സമയമായിട്ട് ഈ ഒരു വർഷം വിഷുവിന് ശേഷമുള്ള ഒരു വർഷക്കാലം വരും. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ആദ്യ ഷഡ്ഗത്തിൽ ഉൾപ്പെടുന്ന ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി വരെയുള്ള 6 നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം കുറച്ചൊരു ആശ്വാസകാലമാണെന്ന് തന്നെ പറയാം. സർവാഭിഷ്ടങ്ങളും സാധിക്കുകയും, അതായത് ഉദ്ദേശിച്ച എല്ലാ പ്രവൃത്തികളും സാധിക്കുകയും, കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശ്വാസം, കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലും പൂർത്തീകരിക്കുന്നതിലുമുള്ള ഒരു ആശ്വാസം, സൽകീർത്തി, അതായത് സൽകീർത്തി കിട്ടുക, പ്രശംസ കിട്ടുക എന്നൊക്കെ പറയും. വ്യവഹാരാദികളിൽ വിജയം, വലിയ കേസ് നടത്തുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു വർഷക്കാലം ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷക്കാലം വളരെ നന്നായി കാണുന്നു. കാര്യങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. സജ്ജന ബഹുമാന്യത ഉണ്ടാവുക, സമൂഹത്തിലെ ഉയർന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ബഹുമാന്യതയും സ്വീകാര്യതയും, ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുകയും, അത് വലിയൊരു കാര്യമാണ്. അവനവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ അതുകൊണ്ടുണ്ടാകുന്ന അഭിമാനം ഇതിനൊക്കെയുള്ള ഇട കാണുന്നുണ്ട്. കുടുംബ പുരോഗതിയും ഫലമായി കാണുന്ന ആശ്വാസവർഷം തന്നെ പറയാം. അപ്പോൾ ഇവർക്ക് കുറച്ച് കാലക്കേടൊക്കെ ഉണ്ടെങ്കിലും വിഷുഫലത്തിൽ വരുമ്പോൾ അനുകൂല ഫലമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും, ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.